ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകത്തിലേക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിത് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ പ്രവേശനം 9 മണി മുതൽ 5:30 വരെയാണ്. കുട്ടികൾക്ക് അവർ ചാർജ് ചെയ്യുന്നത് 20, മുതിർന്നവർക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇതിലെയാണ് അതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു ഇതാണുള്ളത്. അപ്പോൾ അതിനുള്ളിൽ മുറം, കൊട്ട, അതുപോലെ തന്നെ കീ ചെയിനുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും അങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ട്. പിന്നെ വിഷറി അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ട് ഇതിനുള്ളിൽ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുരുമുളകും കറാമ്പും ഒക്കെ വിൽക്കുന്നതും അതുപോലെ മിഠായികളൊക്കെ വിൽക്കുന്നുണ്ട്. വയനാട് ജില്ലയിലെ പ്രകൃതിരമണീയമായ ഒരു തടാകം തന്നെയാണ് കേട്ടോ പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറുതും ഉയരം കൂടിയതുമായ ഒരു ശുദ്ധജല തടാകം കൂടിയാണ്. ഇവിടെ ഇതിനുള്ളിൽ ശുദ്ധജല അക്വേറിയം, അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ട്. അത് ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ അറ്റകുറ്റപ്പണി കാരണം നിർത്തി വെച്ചതാണ്. കൽപ്പറ്റയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് 15 കിലോമീറ്റർ ദൂരമുണ്ട്. താഴ്വരയിലൂടെ ഒഴുകി കബനി നദിയിൽ ചേരുന്ന പനമരം നദിയുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഈ പൂക്കോട് തടാകം കേട്ടോ. പൂക്കോട് തടാകത്തിൻ്റെ പ്രധാന ആകർഷണം ബോട്ടിംഗ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇതൊക്കെ കണ്ട് ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോയി നോക്കുകയാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പൂക്കോട് തടാകം. ഇവിടെ ഓരോ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. പൂക്കൾ പറിക്കരുത്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് ദേവട്ടനും കാർത്തിയും ഓടി വരികയാണ്. ഇവിടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിലുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസും എല്ലാം ഇവിടെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെയും ബോട്ടുണ്ട്. ബോട്ടിങ്ങിൻ്റെ ടൈമും പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിങ് അലൗഡ് അല്ല, പിന്നെ പൂവ് പറിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ബോർഡും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടിയൊക്കെ പൂവ് ചെടികൾ കുഴിച്ചിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്
2 സീറ്റുള്ളതിന് 300, അതുപോലെ തന്നെ 4 സീറ്റുള്ളതിന് ടൈമും ഒക്കെ ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബോട്ടിംഗ് ലൈസൻസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ കണ്ട് പിന്നെ ഇപ്പോൾ അതാ മുന്നോട്ട് പോവുകയാണ്. ശുദ്ധജല അക്വേറിയത്തിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ, ചെറിയൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ അതാ ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, കുറേ കുരങ്ങന്മാരുണ്ട്. കുട്ടികളെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പറിക്കുന്നുണ്ട്, ഐസ്ക്രീമൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചാരൂസ് കുരങ്ങന്മാരൊക്കെ കണ്ട് ഓരോന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ തന്നെ 2 സ്ഥലത്തായിട്ട് ഭക്ഷണത്തിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടവർക്ക് കഴിക്കുക. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഞങ്ങളിനി ശുദ്ധജല അക്വേറിയത്തിന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഫിഷ് സ്പാ ഉണ്ട്, അതുപോലെ തന്നെ അക്വേറിയത്തിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. അവിടെ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വലിയവർക്ക് 5 രൂപയും ചെറിയ കുട്ടികൾക്ക് 2 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് സ്പായിൽ കയറണം എന്ന് പറഞ്ഞിട്ട് കാർത്തിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. അപ്പോൾ കാർത്തിനെ കയറ്റിയപ്പോൾ കാർത്തിക്ക് അതിനുള്ളിൽ കാല് വെക്കാൻ പേടിയാവുക കേട്ടോ. മീൻ വരുമ്പോഴേക്ക് കാർത്തിക്ക് എന്തോ പറ്റുന്നില്ല, തീരെ കാല് താഴ്ത്തുന്നില്ല കേട്ടോ. അപ്പോൾ കാർത്തിനെ ഇറക്കിയിട്ട് അവൻ്റെ അച്ഛനാണ് പിന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതാ അവിടെ അതിൻ്റെ ഫിഷ് സ്പാനെ പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ സേഫ്റ്റികളും അങ്ങനെ ഒക്കെയുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. 70 രൂപയാണ് ഫിഷ് സ്പാക്കുള്ള ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതാ ചാരൂസ് എല്ലാവരും ഇങ്ങനെ നോക്കി വെക്കുക കേട്ടോ. ചാരു ദേവട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാ ചാരിറ്റി ഏന്തിയൊക്കെ നോക്കുകയാണ് മീനിനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ സ്പാല് അവർ 10 മിനിറ്റാണ് ടൈം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഒരു കളറുള്ള വെള്ളം, അത് എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാലിൽ. പിന്നെ നല്ല വെള്ളം ഒഴിച്ച് കഴുകിയിട്ടാണ് അതിലിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൽ സ്പായിൽ കയറി കഴിഞ്ഞാലും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കാല് കഴുകുകയാണ്. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക്. പക്ഷെ ഇപ്പോൾ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്.
ഷാരൂസിന് തൊപ്പി വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അവിടേക്ക്. ഇപ്പോൾ ഷാരൂസിന് ഓരോ തൊപ്പിയും വെച്ച് നോക്കുന്നുണ്ട്. ചാരിറ്റിക്ക് വലിയ സന്തോഷമായിട്ടോ തൊപ്പി വെച്ചപ്പോൾ. അത് മാറ്റി വേറെ നോക്കുകയാണ്. അപ്പോൾ വേണമെന്ന് പറയാനുണ്ട് ചാരിറ്റി അവിടുന്ന്. അപ്പോൾ അതാ വേറെയും കുറേ തൊപ്പികൾ നോക്കുന്നുണ്ട്. ബാഗോ അങ്ങനെയുള്ള പല സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു തൊപ്പി എടുത്തിട്ടുണ്ട്. എല്ലാ തൊപ്പി ഇടുമ്പോഴും ചാരിസിന് വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അന്നത്രയ്ക്കുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.